Hi, is newspaper reading really important for UPSC preparation? And when to start the newspaper reading and how to start? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐ എം വിനായക്, യു വാച്ചിങ് UPSC Vault, and let's get started. First question, is newspaper reading really important? The answer is yes, but not for current affairs. But actually നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു വലിയ വലിയ എസ്സേസും പാരഗ്രാഫ്സും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ അറിയോ? ബിക്കോസ് നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷൻ ടൈമിൽ നമുക്കത് വളരെ ഉപകാരപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്. ജെന്യുവനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാകും, നമുക്ക് പ്രിപ്പറേഷൻ്റെ സമയത്ത് ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സിന് വേണ്ടി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കതിന് വേണ്ടി പിന്നാലെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പലരും ഒരു സ്മാർട്ട് വർക്കായിട്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, അവർ മാഗസീൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഐ വോണ്ട് യു ടു ഇമാജിൻ, ഒരു ദിവസത്തെ ഒരു ന്യൂസ് പേപ്പറിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പൊളിറ്റിക്കലും ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഒന്നെങ്കിൽ ഓരോ കറണ്ട് അഫയേഴ്സിനും ഓരോ ബുക്ക് ആക്കണം, അല്ലെങ്കിൽ ഒരു ബുക്കിൽ തന്നെ ഒരു 10 പേജ് വിട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 200 പേജ് നോട്ട്ബുക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു ഫസ്റ്റോ സെക്കൻഡോ ടൈമായിട്ട് ഈ പറഞ്ഞ സാധനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ടൈമിൽ നമുക്കിത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിന് പകരം നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫ്രീ ആയിട്ട് മാഗസീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മന്ത്ലി മാഗസീൻസും ഇയർലി മാഗസീൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സിന് വേണ്ടി യൂസ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ കറക്റ്റ് ടോപ്പിക് വൈസ്, സബ്ജക്റ്റ് വൈസ്, മന്ത് വൈസ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ളവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കിട്ടും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ്, എന്തിനാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്? ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ എസ്സേ ആയിട്ട് പല ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളെ കുറിച്ച് നമ്മുടെ ഈ എഡിറ്റർ എഴുതുന്ന ഒരു സാധനമാണ്, ഒരു പോർഷനാണ്. അതിലൊരു എസ്സേ ടൈപ്പാണ്, നമുക്ക് നമ്മുടെ UPSC സ്റ്റൈലിലാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെക്കുറിച്ച് പലരുടെയും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അത് മനസ്സിലാക്കാനാണ് നമ്മൾ മേജറായിട്ട് പേപ്പറിലെ ആ ഒരു ഭാഗം ഫോക്കസ് ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്ക് ഡെയിലി ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്. കാരണം നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് പ്രിലിംസിനാണെങ്കിലും മെയിൻസിലാണെങ്കിലും ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് കോൺസ്റ്റന്റ്ലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പേജിലേക്കോ സെക്കൻഡ് പേജിലേക്കോ ഫോർത്ത് പേജിലേക്കോ വരുവാണെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ചോദിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് കണ്ടന്റ് വൈസും അതുപോലെ തന്നെ സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സ് വൈസും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തൊരു ചോദ്യം, നമ്മൾ എപ്പോഴാണ് ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങാൻ വേണ്ടി അങ്ങനെ പ്രത്യേക ടൈമില്ല. നിങ്ങൾ എപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ സമയം തൊട്ട് വായിച്ചു തുടങ്ങണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതും, രണ്ടാമത്തത് നമുക്ക് വായിക്കാൻ പഠിക്കണം, നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾക്ക് എങ്ങനെയാണ് ഒരു വലിയൊരു എസ്സേയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മനസ്സിലാക്കിയെടുക്കാനും അതിനെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ പലരുടെയും കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണല്ലോ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും 1 അവറിൽ കൂടുതൽ നമ്മൾ ന്യൂസ് പേപ്പർ റീഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് 1 മണിക്കൂറിൽ നമുക്ക് ന്യൂസ് പേപ്പർ വായിച്ച് തീർക്കാൻ വേണ്ടി പറ്റുക? ഓൾമോസ്റ്റ് 15 to 20 പേജസ് വരുന്ന ന്യൂസ് പേപ്പർ വായിക്കാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 20 പേജസ് ഉണ്ടെങ്കിലും ഒരു 2 or 3 പേജസ് സ്പോർട്സിന് വേണ്ടി പോകും, ഒരു 2 പേജസ് റീജിയണൽ ന്യൂസസിന് വേണ്ടി പോകും. അതല്ലാതെയും പല പോർഷൻസുകളിലും അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ റീജിയണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ UPSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ന്യൂസുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം പഠിക്കാൻ ശ്രമിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കാൻ. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ന്യൂസ് ആർട്ടിക്കിൾസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെയാണ് 1 മണിക്കൂറിനുള്ളിൽ. കാരണം നമുക്ക് അത്ര സമയം മാത്രമേ വേണ്ടൂ ഒരു ന്യൂസ് പേപ്പറിനെ മനസ്സിലാക്കാനും അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വായിക്കാനും. ഇൻ കൺക്ലൂഷൻ, വാട്ട് ഐം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് ന്യൂസ് പേപ്പർ നിങ്ങൾ വായിക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് അറിയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഇൻ ഓവറോൾ ലോകത്ത് നിന്ന് സംഭവിക്കുന്നു, നമ്മുടെ രാജ്യത്ത് നിന്ന് സംഭവിക്കുന്നു എന്ന് അറിയാനും, നമ്മുടെ കോംപ്രിഹെൻഷൻ വർദ്ധിപ്പിക്കാനും, നമ്മുടെ അനാലിറ്റിക്കൽ സ്കിൽ വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രസൻറ്റേഷൻ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഫോർ മെയിൻസ് എന്നുള്ളതാണ്
നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് പേപ്പർ റീഡിങ് എങ്ങനെയാണെന്നുള്ള അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് മീ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇഫ് യു really like to continue watching my videos, you should let me know and follow my playlist because I'm going to post every single other day or week. I have no idea, but let's see. So anyways, go and start your preparation. You got this, and take care. Bye bye.